ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി റീഫ്രഷിങ് ജ്യൂസ് ആയാലോ. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാ ഞാനിവിടെ ഒരു കപ്പളവിൽ കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എടുത്തിട്ടുള്ളത് ഒരു കപ്പളവിൽ ആപ്പിളാണ്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചളവിൽ മല്ലിച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കുക്കുംബർ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കുംബറിൻ്റെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ഉൾഭാഗം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ആപ്പിളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, പുതിനയുടെ ഇലയല്ല കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടിച്ചു കഴിക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി റീഫ്രഷിങ് ജ്യൂസാണ്, അതുകൊണ്ട് തന്നെ പഞ്ചസാര വേണ്ടെങ്കിൽ ഒഴിവാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ പഞ്ചസാര ചേർത്തതിന് ശേഷം ഞാനിവിടെ നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് വരാം. ഇപ്പോൾ ഇതാ മിക്സിയുടെ അടപ്പൊക്കെ അടച്ച് ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് ഞാനൊരു ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി റീഫ്രഷിങ് ജ്യൂസാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.